കുറച്ച് പണിയൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നേ. അതപ്പോൾ ഇന്നങ്ങ് തീർത്തേക്കാന്ന് വെച്ചു. ഇത് ഞാൻ കരിയില ശേഖരിച്ച് വെച്ചേക്കുന്ന എന്നും മുറ്റം തൂക്കുമ്പം കിട്ടുന്ന കരിയില ഞാൻ ഈ ചാക്കിനകത്ത് എടുത്ത് വെക്കുമായിരുന്നു. കാരണം ഗ്രോ ബാഗ് നിറയ്ക്കേണ്ട സമയം വരുമ്പം എനിക്കിത് അത്യാവശ്യം വേണ്ടുന്ന സംഭവമാണ്. ഞാൻ കൂടുതലും കരിയിലയാണല്ലോ എടുക്കുന്നത്. മണ്ണ് എനിക്ക് വളരെ കുറച്ച് മതി. ഇത് ഗ്രോ ബാഗ് ഇല്ലാത്തതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്ന കവറൊക്കെയാണ് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത്. എന്നിട്ട് നേരെ പോയി കമ്പോസ്റ്റ് എടുത്ത്. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആയില്ല. അത്രയും വരെയൊന്നും വെയിറ്റ് ചെയ്യാനൊന്നും എനിക്ക് വയ്യ. ഞാനതിങ്ങെടുത്തു. പിന്നെ കുറേ വെള്ളരിയുടെ തൈ നിപ്പുണ്ടായിരുന്നു, കോവലുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് മാറ്റി നടണമെന്ന് വിചാരിച്ചേ. ഇത് ബബ്ലും കാക്കയും തമ്മിൽ അടിയാണ്. അമ്മയാണെങ്കിൽ കുറച്ച് പുട്ട് കാക്കയ്ക്ക് ഇട്ട് കൊടുത്തു. അപ്പം അവൻ ആ കാക്കയെ ഓടിച്ചിട്ട് വന്ന് കഴിക്കുക. ഇവൻ ഒരിക്കലും ഇതൊന്നും കഴിക്കാത്തവനാണേ. പിന്നെ ഇതൊക്കെ ഒന്ന് ഗ്രോ ബാഗിലേക്ക് മാറ്റി വെച്ചിട്ട് നേരെ ടെറസിൽ കൊണ്ടുപോയി. പിന്നെ ഈ ഒരു വെണ്ട, ഉണക്ക വെണ്ട, നാടൻ വെണ്ട, ഇത് എനിക്ക് കിട്ടിയിട്ട് എനിക്ക് തോന്നുന്നു 2 ആഴ്ച കൂടുതലായി. ഞാനിത് അങ്ങനെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അത് ഇന്നങ്ങ് പാകിയേക്കാമെന്ന് വെച്ചു. ആ നിറച്ച ഗ്രോ ബാഗിലേക്ക് ആ വിത്ത് ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ തളിച്ച് കൊടുത്തിട്ട് തണലത്തോട് കൊണ്ട് മാറ്റി വെച്ചേ. നല്ല വെയിലുണ്ടായിരുന്നു. താഴെ വന്നപ്പോഴേക്കും ഒരു പപ്പായ, ഒരു മുള്ളാത്ത, പിന്നെ ഒരു കുറച്ച് ചക്കപ്പഴം, വരിക്കച്ചക്ക, ഇത്രയും കിട്ടിയായിരുന്നു. മറ്റേ രണ്ടും പഴുത്തിട്ടില്ല. ചക്കപ്പഴം നല്ല റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല വരിക്കച്ചക്ക, നല്ല മധുരമുള്ള നല്ല ചക്കപ്പഴമായിരുന്നു. അത് അവന് കൊടുത്തിട്ട് അവനെങ്ങും അതെങ്ങും വേണ്ട. അവൻ ഇതൊന്നും കഴിക്കാറില്ല. പിന്നെ ക്യാമറ അവൻ്റെ നേരെ ഫോക്കസ് ചെയ്തപ്പോൾ അവൻ നോക്കുവാണേ. അവൻ ഇപ്പോഴിപ്പോഴും അറിയാം കേട്ടോ. അപ്പം കുറച്ചുകൂടെ അടുത്തോട്ടിരിക്കാമെന്ന് പറഞ്ഞ് താണിരുന്നതാണ്. കണ്ടോ, കറക്റ്റ് ഫോക്കസ് ചെയ്ത് അവനിരുന്നു. അത് കഴിഞ്ഞ് പോയി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഗോതമ്പ് പുട്ടും മുട്ടക്കറിയായിരുന്നു.